ഏത് രീതിയിലാണ് പുഴ വഴി ഈ ലോറി പുറത്തേക്കെടുക്കാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളിൽ ആണ് നേവി ഡൈവർ സംഘത്തിന്റെ അവിടുത്തെ പരിശോധന പ്രധാനമാവുന്നു. ഡൈവർ സംഘം ഈ പറയുന്ന കാലാവസ്ഥ അനുകൂലമാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇടയ്ക്കിടെ പെയ്യുന്ന പെരുമഴ, കാറ്റ്, ആകാശം ഇങ്ങനെ മേഘാവൃതമായി നിൽക്കുന്നു. അല്പസമയമെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും കൂടി ഈ മഴയൊന്നും പെയ്യാതിരുന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് വിജയകുമാർ. കാര്യം ഈ സമയം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ സമയമാണ്. ഇത് 9 ദിവസത്തിനൊടുവിൽ കിട്ടുന്ന പ്രത്യാശ നിർഭരമായ ചില മണിക്കൂറുകൾ നമ്മൾ പോവുകയാണ്. ഒരു മണിക്കൂറെങ്കിലും കൂടി ഈ മഴയൊന്ന് മാറി നിന്നിരുന്നെങ്കിൽ അവരുടെ രക്ഷാദൗത്യം അവിടെ സുഗമമായി മുന്നോട്ട് പോയേനെ. നേവി ഡൈവർ സംഘം ഈ കാലാവസ്ഥ അനുകൂലമാകാൻ വേണ്ടി ഇപ്പോൾ അവിടെ കാത്തു എന്നറിയാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ഈ ലോങ് ബൂം എക്സ്കവേറ്ററും JCBകളും ഒക്കെയുള്ള പരിശോധന അവരുടെ പതിയുള്ള മണ്ണുമാരിൽ തുടരുകയാണ്. മണ്ണുമാറ്റലിന് വേഗത കൂടിയെന്ന് പറയുമ്പോൾ പോലും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ആ മണ്ണുമാറ്റൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ട്രക്കിന്റെ ആകൃതിയിൽ ഇങ്ങനെ കുഴിച്ച് താഴേക്ക് അവർ പോവുകയാണ്. ഇവിടെ ഗംഗാവലി പുഴയിൽ അതിശക്തമായ നീരൊഴുക്ക്, അതിശക്തമായ അടിയൊഴുക്ക്. ഗംഗാവലി പുഴ ഒരുപക്ഷെ ഇന്നലെയൊക്കെ നമ്മൾ നോക്കിയപ്പോൾ അല്പം ഒരു തെളിനീര് പോലെ കണ്ടിരുന്നു. എന്നാൽ നമ്മൾ മെനിഞ്ഞാന്ന് കണ്ടതിനേക്കാൾ കൂടുതൽ അതിന്റെ കാലുഷ്യം അല്ലെങ്കിൽ അതിന്റെ കലക്കൽ കുറച്ച് കുറഞ്ഞു ഇന്നലെ തോന്നിയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ എവിടെയോ മലമുകളിൽ എവിടെയോ മറ്റോ ഒന്നുകിൽ വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെരുമഴ പെയ്തു വീണ്ടും പഴയതുപോലെ തന്നെ ഇങ്ങനെ ചുവന്നൊഴുകുന്നു. അടിയൊഴുക്കോടുകൂടി വീണ്ടും ചുവന്നൊഴുകുന്ന ഗംഗാവലിയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അതിനിടയിൽ നേവി ഡൈവർ സംഘം അവർ നേരിടുന്ന പ്രതിസന്ധി ഈ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ മഴയും കാറ്റും ഒന്ന് മാറി നിന്നാൽ അതിനുള്ളിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അവർ അകത്തേക്ക് പോകേണ്ടത് അതിപ്രധാനമാണ്. ഈ ലോറി ഉയർത്തുക എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായ ദൗത്യങ്ങളിൽ ഒന്നാണ്. ഒരുപക്ഷെ ഡിറ്റക്ഷനോളം പോലെ തന്നെ ദുഷ്കരമായ പണിയാണ് ഈ ലോറി ഇവിടെ നിന്ന് ഉയർത്തുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള യന്ത്ര സംവിധാനങ്ങൾ, ആൾബലം അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം സെറ്റാണ് എന്നറിയാൻ കഴിയുന്നുണ്ട്. അവർ ഇതിനോടകം തന്നെ ഇന്നലെ വൈകുന്നേരം ഈ സ്ട്രോങ് സിഗ്നൽ, ഈ പറയുന്ന സിഗ്നൽ 1 സിഗ്നൽ 2 എന്ന അർത്ഥത്തിൽ ഈ സ്ട്രോങ് സിഗ്നൽ കിട്ടിയപ്പോൾ തന്നെ അലർട്ടായി കർണാടക ഭരണകൂടം. അതിനുശേഷം അതിനുള്ള കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി ഇന്ന് രാവിലെ മുതൽ തന്നെ അതിനുവേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് നടത്തിയത്. ആ സിഗ്നൽ കേന്ദ്രീയ തെരച്ചിൽ തന്നെയാണ് നടത്തിയത്. അതിന് പ്രകാരം വൈകിട്ടാകുമ്പോഴേക്കും ഏറ്റവും ശുഭപ്രതീക്ഷ, ഏറ്റവും പ്രത്യാശാ നിർഭരമായ ഒരു വാർത്ത കിട്ടും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിൽക്കുകയാണ് വിജയകുമാർ. ഈ ദിവസങ്ങളിലൊക്കെ ഏതെങ്കിലും സിഗ്നൽ കിട്ടിയെന്ന വാർത്ത വരുമ്പോൾ നമ്മൾ വല്ലാതെ പ്രതീക്ഷാ നിർഭരാവുന്നു. അത് ലോറി ആയിരിക്കണേ എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ പോകുന്നു. പക്ഷേ ആ സിഗ്നൽ ഏതെങ്കിലും മെറ്റൽ, ഏതെങ്കിലും ധാതു കണ്ടന്റുള്ള ഏതെങ്കിലും പാറ എന്ന വാർത്ത, എന്ന അറിയിപ്പിൽ, എന്ന സ്ഥിരീകരണത്തിൽ നമ്മൾ നിരാശപ്പെടുന്നു. ഇത് തുടരെ ഈ ദിവസങ്ങളിൽ നമ്മൾ നിരന്തരം നേരിട്ടുകൊണ്ടിരുന്ന ഒരു നിരാശയാണ്. അതിനുശേഷം 6 മണി, 7 മണി, 8 മണിയാകുമ്പോഴേക്കും തിരച്ചിൽ അവസാനിപ്പിക്കും. വീണ്ടും നമുക്ക് നിരാശ. പക്ഷെ 9ാം നാൾ വരുമ്പോൾ ആ നിരാശയുടെ ആ കഥ മാറുന്നു. ആ പതിവ് കഥ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയ ഈ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ പതിവ് രീതി മാറുന്നു. 9ാം നാളാകുമ്പോഴേക്കും ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ, ഏറ്റവും സോൾഡ് ആയിട്ടുള്ള ചില വിവരങ്ങൾ കിട്ടുന്നു. അത് നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന റവന്യൂ മന്ത്രി, കർണാടക റവന്യൂ മന്ത്രി വെറുതെ പറയുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ സ്റ്റാച്ചർ അങ്ങനെ പറയുന്ന ആളല്ല. അദ്ദേഹം ഒരു സ്ഥിരീകരണ സ്വഭാവത്തിൽ ഡെഫിനറ്റ്ലി ലോറി, ടാങ്കർ അല്ലെങ്കിൽ ട്രക്ക് എന്ന് തന്നെ കർണാടക റവന്യൂ മന്ത്രി പറയുന്നു. കർണാടക SP-യും നേരത്തെ ഷഫീദുമായി സംസാരിക്കുമ്പോൾ SP പറഞ്ഞത് അത് ലോറി തന്നെയാണെന്ന് പറയുകയായിരുന്നു. അർജുൻ്റെയാണ് എന്ന് തന്നെ SP-യും സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇവർക്കൊന്നും അത് ഒഫീഷ്യലി പറയില്ല. കാര്യം ഇവർ നമ്മളോടൊക്കെ ഇത് പറയും, എന്നിട്ട് അതിനുശേഷം ഒരു ക്ലോസ് പോലെ അവർ പറയും, ഇത് ഞാൻ ഒഫീഷ്യലി പറയുന്നതല്ല കേട്ടോ എന്നൊരു ക്ലോസ് പോലെ അവർ പറയും. അതിന് കാരണം ഒഫീഷ്യലി പറയേണ്ടവർ SP ഒന്നുമല്ല, അതിന് മുകളിലുള്ള ആൾക്കാരാണ്. അത് അവരുടെ ഒഫീഷ്യൽ പരിമിതിയാണ്, അങ്ങനെ ഒഫീഷ്യലി പറയാൻ കഴിയാത്ത. അതെന്താണെങ്കിലും അല്പസമയത്തിന് നമുക്കൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും കരുതാം. ആ പ്രഖ്യാപനത്തിനൊപ്പം തന്നെ ലോറി ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ സജീവമാണ്. ആംബുലൻസുകൾ, കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട്. നേവിയുടെ സംഘം ഈ കാലാവസ്ഥ അനുകൂലമാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. വിജയകുമാർ, അല്പസമയത്തിനകം തന്നെ ഈ കാറ്റൊന്ന് ശമിക്കുമെന്നതിനാണ് കരുതേണ്ടത്. മഴ പെയ്താലും അല്ലെങ്കിൽ മഴ ഒന്ന് കനത്ത് പെയ്താലും അത്ര പ്രശ്നമല്ല. ഇവിടുത്തെ കാറ്റാണ് പ്രശ്നം. കാറ്റെന്ന് പറഞ്ഞാൽ വല്ലാത്ത കാറ്റാണ്. ഒരുപക്ഷെ മരക്കമ്പുകളും ഒക്കെ ആടി ഒലിഞ്ഞു വീഴുന്ന, ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് പൊട്ടി വീഴുമെന്ന പേടി വരുന്നതിലുള്ള വലിയ കാറ്റാണ് ഇവിടെ വീശുന്നത്. ആ കാറ്റ് അത് NDRFന്റെ സംഘം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. വിജയകുമാർ, NDRFന്റെ ഒരു വാഹനം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു. അതിൽ 1-2 ഉദ്യോഗസ്ഥരുണ്ട്. കുറച്ച് വാഹനങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതെന്തിന്റെ സൂചനയാണെന്ന് അറിയില്ല. എന്തായാലും NDRF സംഘം ഈ ദിവസങ്ങളിലൊക്കെ അവിടെ തെരച്ചിൽ വളരെ കർശനമായി, വളരെ സജീവമായി നടത്തുന്നുണ്ട്. ഒരു പക്ഷേ അത്തരത്തിലുള്ള തെരച്ചിലിന് NDRFന്റെ അംഗങ്ങളുടെ കുറച്ച് അംഗബലം കുറഞ്ഞാലും ഇനിയിപ്പോൾ ഉള്ള അടുത്ത സ്റ്റെപ്പാണല്ലോ വിജയകുമാർ. ഇനിയിപ്പോൾ ആ ലോറി ഉയർത്തുക,
എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാശ്മീർ. ആ വാഹനം ലൊക്കേറ്റ് ചെയ്തു, അത് കണ്ടെത്തിയിട്ടുണ്ട്. അത് മണ്ണിനടിയിൽ നിന്ന് ആ പുഴയിലെ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്ന ആ വാഹനം പുറത്തെടുക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ദൗത്യമാണ്. ഒരു ഭഗീരഥ പ്രയത്നം തന്നെ അതിന് വേണ്ടിവരും. അതിന് പിന്തുണ നൽകാൻ പറ്റുന്ന എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളുടെ കാഴ്ചയിൽ അതില്ലെങ്കിൽ പോലും ആ ഭാഗത്തൊക്കെ അതിനുള്ള ക്രമീകരണമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് ആ വാഹനങ്ങൾ, ആ സംവിധാനങ്ങളൊക്കെ ആ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. കനത്ത കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ വരുന്നത്. അവർ തൽക്കാലം ഇപ്പോൾ കരയിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഈ മഴയൊന്ന് ശമിച്ചാൽ, ഈ കാറ്റൊന്ന് ശമിച്ചാൽ, ഒരു 2 മണിക്കൂർ തെളിഞ്ഞ് നിന്നാൽ, മഴ മാറി നിന്നാൽ നമുക്ക് നമ്മുടെ ദൗത്യത്തിലേക്ക്, നമ്മുടെ രക്ഷാകരങ്ങൾ അർജുൻ്റെ അടുത്തേക്ക് നീട്ടാൻ കഴിയുമായിരുന്നു. പക്ഷേ കാലാവസ്ഥ അതിനനുവദിക്കുന്നില്ല. ഒരു പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വീണ്ടും അവിടെ ഉണ്ടാവുകയാണ്. നാവികസേനയ്ക്ക് അവിടേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ അവിടെ പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. അവിടെ കനത്ത കാറ്റും മഴയും തുടരുകയാണ്. തന്നെയുമല്ല, വലിയ ജലപ്രവാഹം ഉണ്ടാകുന്നുണ്ട്. പുറത്ത് ദൂരെ എവിടെയൊക്കെയോ കനത്ത മഴ പെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടിഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ ചെളി നിറഞ്ഞ വെള്ളം അവിടേക്ക് ഒലിച്ചിറങ്ങുകയോ ചെയ്യുന്നത് മൂലം പുഴയുടെ വിസിബിലിറ്റി വീണ്ടും കുറയുന്നുണ്ട്, കലങ്ങി ഒഴുകുന്നുണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇന്നലെ വൈകിട്ട് നേരിട്ടതിന് സമാനമായി ഇന്നും നേരിടുന്നുണ്ട്. പക്ഷേ മുങ്ങൽ വിദഗ്ധർ തൽക്കാലം കരയിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. അവർ വൈകാതെ കാലാവസ്ഥ, ഈ മഴ കാറ്റൊക്കെ ഒന്ന് ശമിച്ചാലുടൻ വീണ്ടും ആ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങും. അവരുടെ തെരച്ചിൽ തുടരും. ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞു അർജുൻ്റെ ട്രക്ക് എന്നുള്ളതാണ് ഈ നിമിഷം, ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതൊരു ഒഫീഷ്യൽ ഒരു ഔദ്യോഗിക പ്രസ് റിലീസ് ഒന്നും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലും റവന്യൂ മന്ത്രി അദ്ദേഹം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. പോലീസ് ഏറെക്കുറെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയപ്പോൾ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നില്ല. അത് അർജുൻ ഓടിച്ച ട്രക്ക് തന്നെ എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. അവിടേക്കാണ് നമ്മളുടെ രക്ഷാകാരങ്ങൾ ഇനി എത്തേണ്ടത്. 18-അംഗ സംഘം, നാവികസേനയുടെ 18-അംഗ സംഘം, അവരാണ് മുങ്ങൽ വിദഗ്ധർ ആ പരിസരത്തുള്ളത്. അവർ ഇതിനോടകം തന്നെ ആ ലൊക്കേഷനിൽ എത്തിയിരുന്നു. വാഹനം കണ്ടെത്തിയ ഭാഗത്തേക്ക് നാവികസേനയുടെ ബോട്ടുകൾ എത്തിയിരുന്നു. അവർക്ക് അവിടെ ഇറങ്ങാൻ, അവിടേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് ആഴത്തിൽ മുങ്ങാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. കനത്ത മഴയായിരുന്നു ആ സമയത്ത്, ഒപ്പം കാറ്റുണ്ടായിരുന്നു, അടിയൊഴുക്ക് കൂടിയിരുന്നു, പുഴയിലേക്ക് ജലപ്രവാഹം ശക്തമായിരുന്നു. ആ സമയത്ത് നമ്മൾ പറയുന്നത് പോലെ ജലത്തിൻ്റെ കുത്തൊഴുക്ക് അവിടെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അവർക്ക് അവിടേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അതിനാൽ അവർ തിരികെ കരയിലേക്ക് കയറിയിരിക്കുകയാണ്. ഏത് സമയത്തും മഴ തോർന്നാലുടൻ തിരികെ വരാൻ കഴിയുന്ന വിവരങ്ങൾ അതിലേക്ക്, എന്ന് വെച്ചാൽ പുഴയിലേക്ക് വീണ്ടും ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ട്. ട്രക്ക് കണ്ടെത്തിയത് ചെളി നിറഞ്ഞ ഭാഗത്ത് എന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ എത്തുന്നതിൽ പ്രായോഗിക തടസ്സമെന്ന് നാവികസേനയുടെ അറിയിപ്പ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ അടിയൊഴുക്ക് അവിടെ ഉണ്ട്. വലിയ ബോട്ടുകൾ അവിടേക്ക് ഇറക്കാൻ ഉള്ള നീക്കം നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരിക്കൽ കൂടി, ട്രക്ക് കണ്ടെത്തിയത് ചെളി നിറഞ്ഞു കിടക്കുന്ന ഭാഗത്താണ്. നദിയുടെ അടിത്തട്ടിൽ മണ്ണ് ധാരാളമായി വന്ന് കൂമ്പാരം കൂടിയ ഭാഗത്ത് ആ മണ്ണിനടിയിൽ ഏതാണ്ട് പുതഞ്ഞു കിടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആഴത്തിൽ തറഞ്ഞു കിടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെയാണ് ഈ ട്രക്ക് പതിഞ്ഞു കിടക്കുന്നത്.